2026 ഓണം ബോക്സ് ഓഫീസ് പോരാട്ടം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയുടെ യുവതാരങ്ങൾ തമ്മിലുള്ള ബോക്സ് ഓഫീസ് ഏറ്റുമുട്ടലായി മാറുകയാണ്. പ്രധാനമായും രണ്ട് ചിത്രങ്ങളായിരുന്നു റിലീസ് ഉറപ്പിച്ചിരുന്നത്. ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിമും പൃഥ്വിരാജിന്റെ ഖലീഫയും. ഇപ്പോൾ ഇതാ മറ്റൊരു സുപ്രധാന ചിത്രം കൂടെ ഓണത്തിന് റിലീസ് ഉണ്ടാവുമെന്ന് അറിയുന്നു. അത് നിവിൻ പോളി, ഗിരീഷ് ഷേഡി ടീം ഒരുമിക്കുന്ന ഭാവന സ്റ്റുഡിയോസിന്റെ ബത്ലഹേം കുടുംബ യൂണിറ്റ് ആണ്. നിവിൻ പോളി സർവമായയ്ക്ക് ശേഷം ഡേറ്റ് കൊടുത്തിട്ടുള്ള സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. മാത്രവുമല്ല, പ്രേമലുവിന് ശേഷം ഗിരീഷ് ഷേഡി വരുന്നു. ഒരു പക്ഷേ ഗിരീഷ് ഷേഡി ചിത്രങ്ങൾ കണ്ടവർക്കറിയാം, അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഏറ്റവും സ്യൂട്ടായി വരുന്നൊരു നായകനാണ് നിവിൻ പോളി. അതിനാൽ തന്നെ ഗിരീഷ് ഷേഡിയും നിവിൻ പോളിയും ഒരുമിക്കുന്ന സിനിമ, ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന സിനിമ, ദിലീഷ് പോത്തനും ഫഹദ് ഫാസിലൊക്കെ ഭാഗമാവുന്ന ഭാവന സ്റ്റുഡിയോസ് ഒരു ചിത്രം നിർമ്മിക്കുമ്പോൾ പ്രതീക്ഷ വളരെ വലുതാണ്. ഈ മൂന്ന് ചിത്രങ്ങളും റിലീസിന് എത്തുമെന്ന് പറയുന്നത് ഓഗസ്റ്റ് 20, 21 തീയതികളിലാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് ഓഗസ്റ്റ് 21-നാണെങ്കിൽ ഖലീഫയും ഐ ആം ഗെയിമും ഓഗസ്റ്റ് 20-ന് ഔദ്യോഗികമായി തന്നെ റിലീസ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനീഷ്യൽ കളക്ഷന്റെ കാര്യത്തിൽ ഈ മൂന്ന് ചിത്രങ്ങളെ നോക്കിയാൽ ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം നേടുമെന്ന് ഉറപ്പാണ്. ദുൽഖറിന്റെ സ്റ്റാർഡം തന്നെയാണ് അതിന് കാരണം. എന്നാൽ മികച്ച പ്രതികരണം ലഭിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ബത്ലഹേം കുടുംബ യൂണിറ്റ് ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ നേടും. അതിന്റെ പ്രധാന കാരണം നിവിൻ പോളിക്കുള്ള ഫാമിലി പ്രേക്ഷകരുടെ പിന്തുണയാണ്. ബോക്സ് ഓഫീസിൽ വലിയ സൂപ്പർ താര ചിത്രങ്ങളോടൊപ്പം ഏറ്റുമുട്ടിയപ്പോൾ പോലും നിവിൻ പോളി ചിത്രങ്ങൾക്ക് വലിയ എഡ്ജ് ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ മോഹൻലാൽ ചിത്രങ്ങളോട് പോലും ഏറ്റുമുട്ടി വിജയിച്ച ചരിത്രം നിവിൻ പോളി ചിത്രങ്ങൾക്ക് ഒരു കാലത്തുണ്ടായിരുന്നു. അത്രയേറെ താരമൂല്യം നിവിൻ പോളിക്ക് ഇപ്പോൾ ഇല്ലെങ്കിലും നല്ല റിപ്പോർട്ട് ഒരു ചിത്രത്തിന് ലഭിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിവിൻ പോളിയുടെ കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലെത്തും. സർവമായ അതിന് ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു. ബത്ലഹേം കുടുംബ യൂണിറ്റ് മികച്ച പ്രതികരണം നേടുകയാണ് എങ്കിൽ ഗിരീഷ് ഷേഡി, നിവിൻ പോളി, മമിത ബൈജു ടീം ഒരുമിക്കുന്നത് കൊണ്ട് തന്നെ യുവ പ്രേക്ഷകർ ഉറപ്പായിട്ടും തിയേറ്ററിലെത്തും. നിവിൻ പോളി ചിത്രം ആയതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരും തിയേറ്ററിലേക്ക് വരും. അങ്ങനെ നോക്കുമ്പോൾ മികച്ച പ്രതികരണം ലഭിച്ചാൽ ഫൈനൽ റണ്ണിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഖലീഫ ഒരു തികഞ്ഞ ആക്ഷൻ ചിത്രമാണ്. വൈശാഖും പൃഥ്വിരാജും ജെയ്ക്സ് ബിജോയും ഒപ്പം മോഹൻലാലും ടൊവിനോ തോമസും ഒക്കെ ഭാഗമാവുന്ന വമ്പൻ ബഡ്ജറ്റിലുള്ള ഒരു സിനിമ. ആ സിനിമയ്ക്കും വളരെയധികം പ്രതീക്ഷയുണ്ട്. ഐ ആം ഗെയിം ആണ് പ്രധാന ചിത്രം. വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ദുൽഖർ സൽമാൻ ചിത്രം. വേഫറർ സിനിമാസ് ലോഹയ്ക്ക് ശേഷം നിർമ്മാതാക്കളാവുന്നു. ഐ ആം ഗെയിം മലയാള സിനിമയിലേക്കുള്ള ദുൽഖർ സൽമാന്റെ വലിയ തിരിച്ചുവരവ് തന്നെ ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത്. വലിയ ടെക്നീഷ്യൻസ് ഒക്കെ ഒരുങ്ങുന്ന വമ്പൻ കാസ്റ്റിലുള്ള ഒരു ചിത്രം. ഏതായാലും ദുൽഖർ സൽമാന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും മറ്റും ഉള്ള മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഇനീഷ്യൽ കളക്ഷൻ ഐ ആം ഗെയിം നേടാൻ സാധ്യതയുണ്ട്. എന്നാൽ മികച്ച റിപ്പോർട്ട് ഏത് ചിത്രമാണോ ഇതിൽ നേടുന്നത് ആ ചിത്രമായിരിക്കും ഫൈനൽ ബോക്സ് ഓഫീസ് നമ്പേഴ്സിൽ മുന്നിലെത്തുക. ഏതായാലും ഓണപ്പോരാട്ടം കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്.